പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷിലെ സിനോണിംസ് ആണ്. സിനോണിമസ് വേർഡ്സിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇത് പഠിക്കാം. ടു സർപ്രൈസ് സംബഡി ഗ്രേറ്റ്ലി. ടു സർപ്രൈസ് സംബഡി ഗ്രേറ്റ്ലി. എ അപ്രൈസ്. ആൻറ്റോണിംസ് അസ്റ്റോണിഷ്, റിവീൽ. ആൻസർ സി ആണ്, അസ്റ്റോണിഷ്. അസ്റ്റോണിഷ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുത്തുന്നു. ടു സർപ്രൈസ് സംബഡി ഗ്രേറ്റ്ലി, അതിൻ്റെ ഒറ്റ വേർഡ്, വൺ വേർഡാണ് അസ്റ്റോണിഷ്, ആശ്ചര്യപ്പെടുത്തുന്നു. അപ്പോൾ അസ്റ്റോണിഷ് എന്ന് മാത്രമല്ല, അതിൻ്റെ സിനോണിംസ് ആണ് അമേസ്, അസ്റ്റൗണ്ട്, സർപ്രൈസ്, ഷോക്ക്, സ്റ്റാർട്ടിൽ, സ്റ്റൺ, ഫ്ലബർഗാസ്റ്റ്. ഇത്രയും അതിൻ്റെ സിനോണിംസ് ആണ്. അപ്പോൾ അസ്റ്റോണിഷ് തന്നെ വരണം എന്നില്ല, ഇതിൽ ഏതെങ്കിലും ഒരു വേർഡായിരിക്കാം വന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ടു സർപ്രൈസ് സംബഡി ഗ്രേറ്റ്ലി എന്നാണ്, അതായത് ആശ്ചര്യപ്പെടുത്തുന്നു. ഇനി ബാക്കി ഓപ്ഷനിലുള്ള സിനോണിംസ് ഏതിൻ്റെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്രൈസ്. അപ്രൈസ് എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക. അപ്രൈസ് എന്ന് മാത്രമല്ല, വേറെ സിനോണിംസുകളുണ്ട്. അസസ്, ഇവാലുവേറ്റ്, എസ്റ്റിമേറ്റ്, വാല്യൂ, റേറ്റ്, ജഡ്ജ് ആൻഡ് ഗേജ്. ഇതെല്ലാം അപ്രൈസിനെ പോലെ തന്നെ മറ്റൊരു സിനോണിംസുകളാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇംഗ്ലീഷ് മീനിങ് എന്താണ്? റിലേറ്റ് ടു ഫോമിങ് എ ജഡ്ജ്മെൻറ്റ് ഓർ ഒപ്പീനിയൻ അബൌട്ട് സംതിങ്സ് വർത്ത് ഓർ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അത് അപ്രൈസ് എന്നാണ്, വിലയിരുത്തുക. അടുത്തത് ആൻറ്റോണിംസ്. ആൻറ്റോണിംസ് എന്ന വിപരീത പദങ്ങൾ. എനി വേർഡ് ഓർ ഫ്രേസ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് അനദർ വേർഡ് ഓർ ഫ്രേസ്. അതാണ് വിപരീത പദങ്ങൾ. ഇനി അടുത്തത് റിവീൽ, വെളിപ്പെടുത്തുക, റിവീൽ ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ? അതിൻ്റെ മറ്റ് സിനോണിംസുകൾ ഏതാണെന്ന് നോക്കാം. ഡിസ്ക്ലോസ്, ഡിവൾജ്, അൺവെയിൽ, എക്സ്പോസ്, ഷോ ആൻഡ് അൺകവർ. മേക്കിംഗ് സംതിങ് നോൺ ദാറ്റ് വാസ് പ്രീവിയസ്ലി ഹിഡൻ ഓർ സീക്രട്ട്. അതാണ് റിവീൽ അല്ലെങ്കിൽ മറ്റ് സിനോണിംസുകളുടെയൊക്കെ ഇംഗ്ലീഷിലെ മീനിങ്. അത് വെളിപ്പെടുത്തുക എന്നാണ് അർത്ഥം. അടുത്തത് ടു മേക്ക് സംതിങ് മോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈസ് റിയലി. ടു മേക്ക് സംതിങ് മോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈസ് റിയലി എന്ന് പറഞ്ഞാൽ പെരുപ്പിച്ച് കാണിക്കുക. സംതിങ് മോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈസ് റിയലി. ഇതിൽ ഓപ്ഷനിൽ എക്സസ്, ഇലാബറേറ്റ്, സ്ട്രെസ് അപ്പോൺ, എക്സാജറേറ്റ്. അല്ലെ ഡി ഓപ്ഷനാണ് ശരി, എക്സാജറേറ്റ്, പെരുപ്പിച്ച് കാണിക്കുക. അതിൻ്റെ മറ്റ് സിനോണിംസ് ഏതൊക്കെ നോക്കാം. ഓവർ സ്റ്റേറ്റ്, ആംപ്ലിഫൈ, എംബ്ലിഷ് ആൻഡ് ഓവർ എംഫസൈസ്. അതിലെ മറ്റ് വേർഡിൻ്റെയൊക്കെ മീനിങ് നോക്കാം, മീനിങ്ങും സിനോണിംസും നോക്കാം. എക്സസ്. എക്സസ് എന്ന് പറഞ്ഞാൽ അധികമായി. സർപ്ലസ്, ഓവർ അബണ്ടൻസ്, സൂപ്പർഫ്ലൂയിറ്റി, സൂപ്പർ അബണ്ടൻസ്, പ്ലിത്തോറ ആൻഡ് സർഫിറ്റ്. ഇതിൻ്റെ എല്ലാം അർത്ഥം അധികമായി എന്നാണ്. ഇലാബറേറ്റ്. ഇലാബറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശദമായി. ക്യാൻ മീൻ ടു ഡെവലപ്പ്, എക്സ്പാൻഡ് ഓർ എക്സ്പ്ലെയിൻ ഇൻ മോർ ഡീറ്റെയിൽസ്. അതാണ് ഇലാബറേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സ്ട്രെസ് അപ്പോൺ, സമ്മർദ്ദം ചെലുത്തുക. എംഫസൈസ്, ഹൈലൈറ്റ് ചെയ്യുക. അണ്ടർസ്കോർ, അസെൻറ്റുവേറ്റ്, ഫോക്കസ് ഓൺ ആൻഡ് സ്പോട്ട്ലൈറ്റ്. അതിൻ്റെ എല്ലാം അർത്ഥം സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക, അതിനെ എംഫസൈസ് ചെയ്ത് കാണിക്കുക എന്നൊക്കെ പറയും. These terms all convey the idea of drawing particular attention to something
ഗിവിങ് ഇറ്റ് എക്സ്ട്രാ ഇമ്പോർട്ടൻസ്, അതാണ് സമ്മർദ്ദം. അല്ലെങ്കിൽ എക്സ്ട്രാ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു പർട്ടിക്കുലർ അറ്റൻഷൻ കൊടുക്കുക ഒരു ടേമിന്, അതാണ് സ്ട്രെസ് അപ്പോൺ എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ വിത്തൗട്ട് എവിഡൻസ് ഓർ ഫുൾ നോളജ്. അതിൽ സ്പെസിഫൈ, സ്പെക്കുലേറ്റ്, കൺസീഡ്, സെൻസിങ്. ആൻസർ സ്പെക്കുലേറ്റ്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഊഹിക്കുക. എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ വിത്തൗട്ട് എവിഡൻസ് ഓർ ഫുൾ നോളജ് എന്ന് പറഞ്ഞാൽ ഊഹിക്കുക. അതായത് പ്രത്യേക ഒരു എവിഡൻസോ അല്ലെങ്കിൽ ഒരു അതിനെക്കുറിച്ചുള്ള അറിവോ ഇല്ലാതെ ഒരാളുടെ അഭിപ്രായം എക്സ്പ്രസ് ചെയ്യുക, ഊഹിച്ച് പറയുക എന്നൊക്കെ പറയുന്നതാണ് സ്പെക്കുലേറ്റ്. എൻ്റെ മറ്റ് സിനോണിംസുകളാണ് ഗസ്, ഗസ് ചെയ്യുക, അസ്യൂം ചെയ്യുക, സപ്പോസ്, സസ്പെക്റ്റ്, സംശയിക്കുക, തിങ്ക്, ചിന്തിക്കുക, പെർസ്യൂം, ഇമാജിൻ, സർമൈസ് ആൻഡ് കൺജക്റ്റർ. ഇതെല്ലാം എന്താണ്? സ്പെക്കുലേറ്റിൻ്റെ സിനോണിംസാണ്. ഇനി ബാക്കി വേർഡ്സ് ഏതാണെന്ന് നോക്കാം. സ്പെസിഫൈ. സ്പെസിഫൈ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക, സ്പെസിഫൈ ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ സ്പെസിഫൈ. അതിൻ്റെ സിനോണിംസ് ആണ് ഇൻഡിക്കേറ്റ്, ഡിഫൈൻ, ഡിസിഗ്നേറ്റ്, സ്റ്റിപ്പുലേറ്റ് ആൻഡ് ഡീറ്റെയിൽ. The meaning, these words all imply a clear and precise description or identification of something. അതായത് വ്യക്തമാക്കുക, സ്പെസിഫൈ ചെയ്ത് പറയുക അല്ലെങ്കിൽ സ്പെസിഫൈ കാണിക്കുക, അതാണ് എൻ്റെ മീനിങ്. അടുത്തത് സ്പെക്കുലേറ്റ് ആണ്, നമ്മൾ ഊഹിക്കുക പറഞ്ഞത്. അടുത്ത കൺസീഡ്. എന്താ കൺസീഡ് നോക്കാം. സമ്മതിക്കുന്നു. അഡ്മിറ്റ്, അഡ്മിറ്റ് ചെയ്യുക. അക്നോളജ്, അലൗ, ഗ്രാൻഡ്, ഈൽഡ്, സറണ്ടർ ആൻഡ് സക്കംബ്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? മീൻസ് ടു അഡ്മിറ്റ് സംതിങ് ഈസ് ട്രൂ ഓർ വാലിഡ്, ഓഫൺ, reluctantly, or to yield or surrender something. സമ്മതിക്കുക, അതിൻ്റെയൊക്കെ അർത്ഥം ഇംഗ്ലീഷ് മീനിങ് അതാണ്. ഇനി അടുത്ത വേർഡ് ഓപ്ഷനിൽ തന്നേക്കണ അടുത്ത വേർഡ് എന്തായിരുന്നു? സെൻസിങ് ആണ്. സെൻസിങ്. സെൻസിങ് എന്ന് പറഞ്ഞാൽ അത് പെർസീവ്, ഫീലിംഗ്, നോട്ടീസിങ്, റിയലൈസിങ്, ഡിറ്റക്റ്റിംഗ്, എക്സ്പീരിയൻസിങ്. ഇത് സെൻസ് ചെയ്യുക, ആ അർത്ഥമാണ് എൻ്റെ മലയാളം അർത്ഥം. അത് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സെൻസിങ് ചെയ്യുക. ഇംഗ്ലീഷ് മീനിങ് എന്താണ്? ബിക്കമിങ് അവെയർ ഓഫ് സംതിങ് വയ ദ സെൻസ്. സെൻസ് വഴി കിട്ടുന്ന ഒരു അവെയർനെസ്, അതിനെ സെൻസിങ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിൻ്റെ സിനോണിംസ് പെർസീവിങ്, ഫീലിംഗ്, നോട്ടീസിങ്, റിയലൈസിങ്, ഡിറ്റക്റ്റിംഗ് ആൻഡ് എക്സ്പീരിയൻസിങ്. ഇനി അടുത്തത് ആൻ ഇവൻറ്റ്സ് ദാറ്റ് വിൽ ഹാപ്പൻ സൂൺ. ആൻ ഇവൻറ്റ്സ് ദാറ്റ് വിൽ ഹാപ്പൻ സൂൺ. അത് ഓപ്ഷൻ വായിക്കാം. ഇമിനൻറ്റ്, ഡാം ഷുവർ, ഇമെൻസ്, ഇമ്മ്യൂട്ടബിൾ. അല്ല, ആൻസർ ഇമിനൻറ്റ് എന്നാണ്. ഇമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ആസന്നമായ, കമ്മിങ്, അപ്കമ്മിങ്, അതാണ് ആസന്നം, ഇമിനൻറ്റ്. എന്താണ് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്? എന്താ? ആൻ ഇവൻറ്റ് ദാറ്റ് വിൽ ഹാപ്പൻ സൂൺ. പെട്ടെന്ന് നടക്കാൻ പോകുന്ന ഒരു സംഭവം, അതാണ് എന്താ ഇമിനൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ആസന്നമായ. അതിൻ്റെ സിനോണിംസാണ് ഇംപെഡിങ്, ഫോർത്ത് കമ്മിങ്, ലൂമിങ്, അപ്രോച്ചിങ്, നിയർ, അറ്റ് ഹാൻഡ് ആൻഡ് അപ്കമ്മിങ്. ഇനി ബാക്കിയുള്ള വേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡാം ഷുവർ. ഡാം ഷുവർ ഈസ് ആൻ ഇൻഫോർമൽ ഇഡിയം എക്സ്പ്രസിങ് സ്ട്രോങ് സർട്ടൻലി. സ്ട്രോങ് സർട്ടൻലി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉറപ്പായ ഒരു കാര്യമാണ് ഡാം ഷുവർ. ഒരു ഇഡിയമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഡാം ഷുവർ ഈസ് ആൻ ഇൻഫോർമൽ ഇഡിയം എക്സ്പ്രസിങ് സ്ട്രോങ് സർട്ടൻലി. Damn sure is an informal idiom expressing strong certainly. Synonyms ഏതൊക്കെയാണെന്ന് നോക്കാം. Absolutely certain, undoubtedly, without doubt, for sure, definitely, certainly, surely, positively and without question. ഇതെല്ലാം എന്താണ്? അത്രയ്ക്ക് ഡാം ഷുവർ എന്നൊക്കെ പറയില്ല,
അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ഷുവറായ കാര്യത്തിനെ പറയുന്നതാണ്. ഇനി അടുത്ത വേർഡ് ഇമെൻസ്, അപാരമായ. അതിൻ്റെ സിനോണിംസ് ഒക്കെ നോക്കാം. വാസ്റ്റ്, ഹ്യൂജ്, ഇനോർമസ്, ജൈജാൻറ്റിക്, കൊളോസൽ, മാസീവ്, പ്രൊഡീജിയസ് ആൻഡ് ട്രെമൻഡസ്. അതായത് അപാരമായ കഴിവ്, അപാരമായ വലുപ്പം, അങ്ങനെ ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഇമെൻസ്. The word all convey the idea of something very large in size, extent or degree. ഇതാണ് ഇമെൻസ്. അടുത്തത് ഇമ്മ്യൂട്ടബിൾ, മാറ്റമില്ലാത്തത്. അതിൻ്റെ സിനോണിംസ് ആണ് അൺചേഞ്ചബിൾ, unalterable, fixed, invariable, steadfast and permanent. പെർമനൻ്റ് ആയ, മാറ്റമില്ലാത്തത്. അതിൻ്റെ മീനിങ് ആണ് ദീസ് വേർഡ്സ് ഓൾ കൺവേ ദ ഐഡിയ ഓഫ് സംതിങ് ദാറ്റ് കാനോട്ട് ഓർ വിൽ നോട്ട് ചേഞ്ച്. ഐഡിയ എന്താണ്? സംതിങ് ദാറ്റ് കാനോട്ട് ഓർ വിൽ നോട്ട് ചേഞ്ച്, മാറ്റമില്ലാത്തത്. അടുത്തത് ടു ലീഡ് സംബഡി ടു ഡു സംതിങ്. ഓപ്ഷൻ നോക്കാം. പെർസ്യൂഡ്, പ്ലക്കേറ്റ്, പെർസിക്യൂട്ട് ആൻഡ് പെർപെൻറ്റ്. ആൻസർ പെർസ്യൂഡ്, പ്രേരിപ്പിക്കുക. ടു ലീഡ് സംബഡി ടു ഡു സംതിങ്. ടു ഡു സംതിങ് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരാളെ ലീഡ് ചെയ്യുക, അതിനെയാണ് പ്രേരിപ്പിക്കുക, പെർസ്യൂഡ് എന്ന് പറയുന്നത്. എൻ്റെ സിനോണിംസ് കൺവിൻസ്, ഇൻഡ്യൂസ്, ഇൻഫ്ലുവൻസ്, ഏർജ്, കോക്സ്, സ്വേ ആൻഡ് പ്രിവെയിൽ അപ്പോൺ. ഇതെല്ലാം പെർസ്യൂഡിൻ്റെ സിനോണിംസ് ആണ്. പ്ലക്കേറ്റ് എന്ന് പറയുന്നത് സമാധാനിപ്പിക്കുക. അതിൻ്റെ സിനോണിംസ് ആണ് അപ്പീസ്, കൺസിലിയേറ്റ്, മോളിഫൈ, പാസിഫൈ ആൻഡ് പ്രോപ്പിറ്റേറ്റ്. These words all suggest the act of easing anger or disturbance in someone. അതാണ് പ്ലക്കേറ്റ്, സമാധാനിപ്പിക്കുക. ഇനി പെർസിക്യൂട്ട് എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കുക മീൻസ് എന്താണ്? അതിൻ്റെ സിനോണിംസ് ആണ് പെർസിക്യൂട്ട്, ഇൻക്ലൂഡഡ്, ഒപ്രസ്ഡ്, ഹറാസ്ഡ്, ടോർമെൻറ്റഡ്, അബ്യൂസ്ഡ്, മൾട്രീറ്റഡ് ആൻഡ് വിക്ടിമൈസ്ഡ്. പീഡനം എന്നൊക്കെ പറയണത് പെർസിക്യൂഷൻ അല്ലെങ്കിൽ പെർസിക്യൂട്ട്, പീഡിപ്പിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? മീൻസ് ടു ബി സബ്ജക്റ്റഡ് ടു ഹോസ്റ്റലി ആൻഡ് ഇൽ ട്രീറ്റ്മെൻറ്റ്, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് വൺസ് റേസ്, പൊളിറ്റിക്കൽ ബിലീഫ് ഓർ റിലീജിയസ് ബിലീഫ്. അപ്പം പെർസിക്യൂട്ട് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കലാകാം, റിലീജിയസ് ആകാം, വൺസ് റേസ്, അതിനെയൊക്കെ പലതരത്തിലുമുള്ള പീഡനങ്ങളാണ് പെർസിക്യൂഷൻ. അപ്പോൾ ഇതോടെ ഇന്നത്തെ സിനോണിംസിൻ്റെ ക്ലാസ് കഴിഞ്ഞു. ഇനി ഇത് അടുത്ത ദിവസം അടുത്ത ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.